കാന്തപുരം ഉസ്താദ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് നടന്ന ശരീഅത്ത് സമ്മേളനത്തില് എത്രമാത്രം വിശാല മനസ്കതയോടുകൂടെ എല്ലാം നിയന്ത്രിക്കുന്ന സുൽത്താൻ ഉലമ ആരും തെറി പറയുകയില്ല, ആരും വേദനിപ്പിക്കുകയില്ല. സദസ്സിൽ നിന്ന് വേദിയിൽ നിന്ന് ആരോ എന്തോ പറഞ്ഞപ്പോഴേക്ക് അത് തിരുത്തുക എന്നത് മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് അതാരെ കുറിച്ച് പറഞ്ഞാലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്കറിഞ്ഞുകൂടെ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത് ദഖൽതു ഖദംതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഇബ്നു സബീ സിനീൻ 10 സിനീൻ ഫമാ ഖാല ലി ഉഫ്ൻ വലലിമ ഫഅൽത ഹല്ലാ ഫഅൽത. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം ഞാൻ ഖിദ്മത്ത് എടുത്തെങ്കിൽ ഒരിക്കൽ പോലും 7ാമത്തെ വയസ്സ് തൊട്ട് 17 വയസ്സ് വരെ എന്റെ കുട്ടിക്കാലങ്ങളിൽ എന്റെ ശൈശവദശയിലുണ്ടാകുന്ന ചാബല്യങ്ങളും ദൗർബല്യങ്ങളും സംഭവിക്കാറുണ്ട്. എന്നിട്ട് പോലും എന്നോട് അശ്ലീലങ്ങൾ പറഞ്ഞിട്ടില്ല, അസഭ്യങ്ങൾ പറഞ്ഞിട്ടില്ല, എന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്തിന് ചെയ്തുവെന്ന് ചോദിച്ചിട്ടില്ല, എന്തെന്ന് ചെയ്യേ എന്ന് ചോദിച്ചിട്ടില്ല. ഇതാണ് മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് പഠിപ്പിക്കുന്നത്. സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ഉള്ള വേദിയിൽ ആര സംസാരത്തിൽ എന്തു വന്നാലും അത് സൗമനസ്യ, അത് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കുക മഹാനായ സുൽത്താനുൽ ഉലമയുടെ ശൈലിയാണ്. അത് പ്രസ്ഥാനക്കാരെന്നല്ല, അതേത് സാധാത്തുക്കളാണെങ്കിലും പാണക്കാട് സാധാത്തുക്കളെ കുറിച്ച് ആരെങ്കിലും വല്ല അതപകേടും വരുന്ന വാക്കുകൾ പറഞ്ഞെങ്കിൽ അവരെ കുറിച്ച് സുൽത്താൻ ഉലമ വിളിച്ചു പറഞ്ഞ് എനിക്കറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് നിങ്ങളുടെ മക്കള് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ചടിച്ചേക്കാം, ചീത്ത വിളിച്ചേക്കാം, ശകാരിച്ചേക്കാം. പക്ഷെ നിങ്ങളുടെ മക്കളെ ഞാൻ ചീത്ത വിളിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെ മക്കളാണ്. അതിന്റെ പേരിൽ മഹാനായ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ പേരടക്കം പറയുന്നു. കീലത്ത് മുഹമ്മദ് മാസ്റ്റർ തന്നെയാണ് എന്നോട് പറഞ്ഞത് 97 മാസപ്പിറവി കണ്ട് വിശദീകരിക്കുന്ന സമയത്ത് ഏതോ ഒരു വേദിയിൽ നിന്ന് പാണക്കാട് സാധാത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വരുന്നൊരു വാക്ക് പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ഉടനെ മർക്കസിലേക്ക് വിളിക്കുകയും മർക്കസിൽ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട കീലത്ത് മുഹമ്മദ് മാസ്റ്റർ, നിങ്ങളുടെ കുട്ടി വല്ല തെറ്റും ചെയ്താൽ നിങ്ങൾ ആ കുട്ടിയെ ശകാരിച്ചെന്ന് വന്നേക്കാം, നിങ്ങൾ ആക്ഷൻ എടുത്തെന്ന് വന്നേക്കാം. പക്ഷെ നിങ്ങളുടെ കുട്ടിയെ ഞാൻ ആക്ഷൻ എടുക്കുമ്പോൾ അത് നിങ്ങൾക്കൊരിക്കലും പറ്റില്ലല്ലോ. അത് നിങ്ങൾക്ക് പറ്റിയാലും നിങ്ങളുടെ ഭാര്യയ്ക്ക് അത് പിടിച്ചുകൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളല്ലേ, ആ മക്കളെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് എന്ന് മാത്രമല്ല, പ്രവർത്തകരുടെ ഏതേത് കൺവെൻഷനുകളിലും ഏതേത് വേദികളിലും സുൽത്താൻ ഉലമ ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ നിർദ്ദേശം ആരെയും വേദനിപ്പിക്കരുത്, ആരെയും പ്രകോപിപ്പിക്കരുത്, അസഭ്യങ്ങൾ പറയരുത്. ഇത്രയും 7 പതിറ്റാണ്ട് കാലത്തോളം 6 പതിറ്റാണ്ട് കാലത്തോളം സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ആയിരക്കണക്കിനല്ല 10,000കണക്കിന് വേദികൾ ലക്ഷങ്ങളുടെ മുമ്പിൽ വികാരഭരിതരായി പ്രസംഗിക്കുന്ന സമയത്ത് പോലും ഏതെങ്കിലും ഒരു വ്യക്തിയെ നീ എന്ന് അഭിസംബോധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിന് അതറിയുകയില്ല. അങ്ങനെ പദപ്രയോഗ ഉസ്താദിന്റെ നിഘണ്ടുവിലില്ല. അതുകൊണ്ട് തന്നെ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് അവരുടെ നേതൃത്വത്തിനായി മുസ്ലിം ജമാഅത്തില്, അതുപോലെ തന്നെ SYS-ല്, SSF-ല്, SMA-ല് സംഘടിച്ച് നമുക്ക് പ്രവർത്തിക്കാം. നാദാനി തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ താജുൽ ഉലമ അവരെ തരത്തിൽ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. കേരളത്തിൽ ഹുബ്ബുർ റസൂൽ എന്ന ആദ്യമായ ഒരു വിഷയം